നിധിക്ക് ജോലി കിട്ടിയതിനെ തുടർന്ന് നികേഷും നിധിയുമായിട്ട് ഒരുമിച്ചാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഏട്ടത്തിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായില്ലേ, എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു അല്ലേ ഏട്ടത്തി ഒരു ജോലി വേണമെന്ന്. എന്തായാലും ഏട്ടത്തിയുടെ ഭാഗ്യം, ഒരു ജോലി കിട്ടിയല്ലോ. അതേടാ, എത്ര നാളുകൊണ്ട് ആലോചിക്കുന്നതായിരുന്നു ഒരു ജോലി വേണമെന്ന്. ഇവിടെ വന്നത് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടല്ലേ. അച്ഛനും ഏട്ടനും ഒക്കെ കൂടെ ചേർന്ന് എന്നെ എന്തുമാത്രം ദ്രോഹിച്ചു. എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ അതവർ തടഞ്ഞു. എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം അവർ കത്തിച്ചു കളഞ്ഞു. എന്നിട്ടും ഞാൻ അവരോട് പൊരുതി. എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടി. ഏറ്റവും സന്തോഷമായടാ. നിങ്ങളല്ലേ അതിനെന്നെ സഹായിച്ചത്. ആ വീടും സുഭാഷ് ഏട്ടനും നികേഷും ഹരീഷും സുധീഷും എല്ലാവരും എനിക്ക് മറക്കാൻ കഴിയില്ല. ഒരുപാട് സഹായമല്ലേ ചെയ്തു തന്നത്. അയ്യോ ഏട്ടത്തി എന്തിനാ അങ്ങനെ നമുക്കൊക്കെ നന്ദി പറയുന്നത്? നമ്മളങ്ങനെ വേറൊരാളായിട്ട് കണ്ടിട്ടില്ല ഏട്ടത്തിയെ. എൻ്റെ സ്വന്തം ഏട്ടത്തി, എൻ്റെ സുധീഷ് ഏട്ടൻ്റെ ഭാര്യ, അങ്ങനെയല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടിപ്പോൾ ഏട്ടത്തി നമുക്ക് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. വാ ഏട്ടത്തി, നമുക്കിപ്പോൾ ബസ് വരും, അവിടെ ചെന്ന് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ നിൽക്കുന്ന സമയത്താണ് നികേഷ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നത്. അവൻ നിധിയോട് പറയുന്നുണ്ട്, ഏട്ടത്തി കുറേ നാളുകൊണ്ട് ഞാനൊരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നോക്കിക്കേ, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടി അതുണ്ടല്ലോ ഏട്ടത്തി, ഒരുപാട് നാളുകൊണ്ട് എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്താണോ എന്തോ, എന്നോടിനി വല്ല പ്രണയവും വല്ലതും തോന്നിക്കാണോ, എൻ്റെ ഗ്ലാമറിൽ വീണ് കാണുമോ ഏട്ടത്തി? അപ്പോൾ നിധി പറയുന്നുണ്ട്, ഒന്ന് മിണ്ടാതിരിക്കടാ. അല്ല ഏട്ടത്തി, ഞാൻ സത്യം പറഞ്ഞതാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എന്ന് നമ്മൾ വരുന്ന സമയത്ത് ആ പെൺകുട്ടി അവിടെ കാണും. ഒരുപാട് സമയം നമ്മളെ തന്നെ നോക്കി നിൽക്കും. ആണോടാ? പക്ഷേ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നത്. ആ ഏട്ടതി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു, എന്നെയല്ലേ നോക്കുന്നത്. പെട്ടെന്നാണ് ആ പെൺകുട്ടി നികേഷിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, നോക്കിക്കേ ഏട്ടത്തി, ആ പെൺകുട്ടി ഇങ്ങോട്ടല്ലേ നടന്നു വരുന്നത്. അയ്യോ, എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെയൊക്കെ തോന്നുന്നു. എടാ, എന്തിനാടാ നീ ടെൻഷനാവുന്നത്? ആ കുട്ടി എന്തോ ഒരു ആവശ്യത്തിന് വരുന്നതായിരിക്കും, അതെന്താണെന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ നികേഷിൻ്റെ അടുത്തേക്ക് ആ പെൺകുട്ടി വന്നതിന് ശേഷം നികേഷിനോട് പറയുന്നുണ്ട്, ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് പറഞ്ഞ് നികേഷിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. അപ്പോൾ നികേഷ് നിധി ഒന്ന് തിരിഞ്ഞു നോക്കിയതിന് ശേഷം പെൺകുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയത്താണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്, നിങ്ങളുടെ പേര് നികേഷ് എന്നല്ലേ? നിങ്ങൾക്കൊരു ഏട്ടനുണ്ടല്ലോ, സുധീഷ് എന്ന പേരിലൊരു ഏട്ടൻ. അതെ, എന്താ? അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഏട്ടനെ കാണാറുണ്ട്. ആ ഏട്ടൻ്റെ ഫോൺ നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമാവുമായിരുന്നു. എനിക്ക് ആ ഏട്ടനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന്. അപ്പോഴാണ് നികേഷിന് മനസ്സിലാവുന്നത് ആ പെൺകുട്ടി അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും നികേഷിനെ നോക്കി നിന്നത് എന്ന്. നികേഷിനെ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയായിരുന്നില്ല, സുധീഷിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ പെൺകുട്ടി ഇത്രയും നാളും കാത്തു നിന്നത്. അപ്പോൾ നികേഷ് ചോദിക്കുകയാണ്, എന്തിനാ എൻ്റെ ഏട്ടൻ്റെ നമ്പർ ചോദിക്കുന്നത്? അല്ല, എനിക്ക് അയാളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങൾ അയാളുടെ സഹോദരനാണെന്ന് എനിക്കറിയാം. അയാളുടെ നമ്പറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം നിങ്ങളിങ്ങനെ നോക്കി നിന്നത്. ആ നമ്പറൊന്ന് പറഞ്ഞു തരുമോ എന്ന് കേൾക്കുമ്പോൾ നികേഷ് നിധിയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ നിധി എന്താണ് എന്നിങ്ങനെ കണ്ണുകൊണ്ട് ചോദിക്കുമ്പോൾ ഒരു ഉത്തരവും പറയാതെ നികേഷ് തിരിഞ്ഞു നിന്ന് സുധീഷിൻ്റെ നമ്പർ ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഒത്തിരി നാളുകൊണ്ട് വിചാരിച്ചിരുന്നതായിരുന്നു, നിങ്ങളുടെ നമ്പർ തരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ എന്തായിരുന്നാലും ഇനി സുധീഷിനെ വിളിച്ചോളാം കേട്ടോ, ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി തിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ നികേഷ് നിധിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്ത് പറ്റി? അപ്പോൾ നിന്നോട് ഇഷ്ടം തന്നെയായിരുന്നു അല്ലേ? നിൻ്റെ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. അയ്യോ ഏട്ടത്തി, നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല. ആ കുട്ടി എന്നെ നോക്കി നിന്നതൊന്നും അല്ല. കുട്ടി സുധീഷ് ഏട്ടനെ നോക്കി നിന്നതാ, സുധീഷ് ഏട്ടൻ്റെ നമ്പറിന് വേണ്ടി നിന്നതാ എന്ന് കേൾക്കുമ്പോൾ നിധിയുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷനൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നിധി ഒന്നും അഭിനയിക്കാതെ തന്നെ ചോദിക്കുന്നുണ്ട്, സുധീഷിൻ്റെ നമ്പരോ? സുധീഷിൻ്റെ നമ്പർ എന്തിനാ ആ കുട്ടിക്ക്? എനിക്കറിയില്ല ഏട്ടത്തി, സുധീഷ് ഏട്ടനോട് എന്തോ ഒരു ഇതൊക്കെ ആ കുട്ടിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ടാണ് സുധീഷ് ഏട്ടൻ്റെ നമ്പർ ചോദിച്ചത്. അതിന് സുധീഷിൻ്റെ നമ്പർ ചോദിക്കാനോ എന്നൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു ടെൻഷനോടുകൂടി നിധി ചോദിക്കുന്നുണ്ടെങ്കിലും നികേഷ് പറയുന്നുണ്ട്, അതേ ഏട്ടത്തി, സുധീഷ് ഏട്ടൻ്റെ നമ്പറാണ് ആ കുട്ടി ചോദിച്ചത്. അതിന് നീ സുധീഷിൻ്റെ നമ്പർ കൊടുത്തോ? ഞാൻ കൊടുത്തു. ആ കുട്ടി ചോദിച്ചേയില്ലേ, അതുകൊണ്ട് ഞാനങ്ങ് കൊടുത്തു സുധീഷിൻ്റെ നമ്പർ. സുധീഷ് ഏട്ടനെ ഇതെങ്ങനെയാണ് ആ കുട്ടി ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും മുതുക്കനായ സുധീഷ് ഏട്ടൻ നമ്മുടെയൊക്കെ ഇവിടെ ഇത്രയും ചെറുപ്പക്കാരനായിട്ട് നിൽക്കുമ്പോൾ ഈ മുതുക്കനെ എന്തിനാണ് അവൾ നോക്കുന്നത്? അപ്പോൾ നിധിക്കൊരു ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും നിധി അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല.
അപ്പോൾ തിരിച്ച് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് സുധീഷിനോട് നികേഷ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിധി കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുധീഷിനെ ആ കുട്ടി വിളിക്കുന്ന സമയത്ത് സുധീഷ് അതിനോട് നല്ല സ്നേഹത്തിലൊക്കെ പെരുമാറുന്നത്. അപ്പോൾ നിധി നിൽക്കുമ്പോൾ ആ കുട്ടി വിളിക്കുകയും അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഹലോ, ആരാ, പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ എൻ്റെ പേര് ഗായത്രി എന്നാണ്. ഞാൻ സുധീഷിൻ്റെ നമ്പർ നികേഷിൻ്റെ കയ്യിൽ നിന്ന്, സുധീഷിൻ്റെ അനിയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാട്ടോ. എന്താ സുഖമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നിധി വല്ലാതെ ദേഷ്യത്തോടു കൂടിയാണ് സൈഡിൽ നിന്ന് നോക്കുന്നത്. നിധി കേൾക്കുന്നതിന് വേണ്ടിയിട്ട് സുധീഷ് കുറേയൊക്കെ സ്നേഹത്തോടു കൂടി ആ കുട്ടിയോട് സംസാരിക്കുന്നുമുണ്ട്. സുധീഷ് ഭക്ഷണം കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു, ഇയാൾ കഴിച്ചായിരുന്നോ എന്നൊക്കെ തിരിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. സുധീഷ് നിധിയോട് കാണിക്കാനാണ് ഈ ഒരു സ്നേഹമൊക്കെ ആ കുട്ടിയോട് കാണിക്കുന്നത് എങ്കിലും പക്ഷേ ആ കുട്ടി വിചാരിക്കുന്നത് സുധീഷിന് തന്നോട് വല്ലാത്ത സ്നേഹമുണ്ട് എന്നാണ്. അത് അങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ് ആ കുട്ടി. നിധിക്കാണെങ്കിൽ ആ കുട്ടി വിളിക്കുന്ന സമയത്ത് സുധീഷിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ സുധീഷിനെ കൊല്ലാനുള്ള ഒരു ദേഷ്യമുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷിനോടുള്ള ആ പ്രണയവുമുണ്ട്, പക്ഷെ അതൊന്നും തുറന്നു പറയാനും പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നിധി ഇരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ആ കുട്ടിയുടെ ബർത്ത്ഡേ വരികയാണ്. അതിന് സുധീഷിനെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ കുട്ടി ഒരു റോസാപ്പൂവൊക്കെ സുധീഷിന് കൊടുക്കുകയാണ്. അപ്പോൾ സുധീഷ് വിചാരിക്കുന്നുണ്ട്, ദൈവമേ, ഞാൻ ഈ കാണിച്ച അടുപ്പമൊക്കെ ഇതിപ്പോൾ എനിക്ക് തന്നെ തലവേദനയായി മാറിയല്ലോ. ആ കുട്ടി വിചാരിക്കുന്നത് സുധീഷിന് സിൻസിയറായിട്ടുള്ള ഒരു ഇഷ്ടം ആ കുട്ടിയോടുണ്ട് എന്നാണ്. പക്ഷേ സുധീഷിനും വല്ലാത്തൊരു സങ്കടമുണ്ട്. അയ്യോ, താൻ നിധിയുടെ ആ ഒരു പ്രണയം തുറന്ന് അവൾ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പെൺകുട്ടിയോട് ഒരടുപ്പത്തിലൊക്കെ സംസാരിച്ചത്. പക്ഷേ ആ പാവം പെൺകുട്ടി വിചാരിച്ചിരുന്നത് സുധീഷിന് ആ കുട്ടിയോട് ഇഷ്ടമുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ആ കുട്ടിയുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ സുധീഷിന് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ തിരിച്ച് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിധിയുടെ ഒരു സഹായമാണ് സുധീഷ് തേടുന്നത്. നിധിയോട് ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ട്. നിധി താനൊരു പൊസസീവ്നെസ് ഒക്കെ കാണിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ കുട്ടിയോട് അങ്ങനെയൊക്കെ ഒരു സ്നേഹത്തിൻ്റെ രീതിയിലൊക്കെ സംസാരിച്ചത്. പക്ഷേ അതിപ്പോൾ എനിക്ക് തന്നെ തലവേദനയായി മാറി നിധി. ആ കുട്ടി വിചാരിച്ചിരുന്നത് എനിക്ക് ആ കുട്ടിയോട് ഇഷ്ടമുണ്ട് എന്നൊക്കെയാണ്. ഞാനിപ്പോൾ എങ്ങനെ ആ കുരുക്കിൽ നിന്നുമൊക്കെ മാറുമെന്നാണ് ആലോചിക്കുന്നത്. എന്നെ ഒന്ന് സഹായിക്കുമോ നിധി? താനൊന്ന് അയാളുടെ കണ്ടിട്ട് സംസാരിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ നിധി ആദ്യം കുറച്ച് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടെങ്കിലും നിധി പറയുന്നുണ്ട്, ഞാൻ നോക്കാം, ആവശ്യമില്ലാത്ത തലവേദനകളല്ലേ എടുത്ത് വയ്ക്കുന്നത്, ഞാനൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറയുമ്പോൾ സുധീഷിന് ഒരു ചെറിയ ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പിറ്റേന്ന് തന്നെ ഈ ഗായത്രിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഗായത്രി അല്ലേ, ഞാൻ സുധീഷിൻ്റെ ഭാര്യയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, സുധീഷ്? ഏത് സുധീഷിൻ്റെ? അന്ന് താൻ കണ്ടില്ലായിരുന്നോ നികേഷിനെ? ആ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചില്ലേ? ആ സുധീഷിൻ്റെ വൈഫാണേ. തന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. സുധീഷ് തന്നെ ഒരു അനിയത്തിയെ പോലെയാണ് കണ്ടത്. തൻ്റെ അനിയത്തിയാവാനുള്ള ഒരു പ്രായമേ ഉള്ളു കേട്ടോ. ഞാനും സുധീഷുമായിട്ട് ഇടയ്ക്ക് ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിലായിരുന്നു. എന്നെ ഒന്ന് കറക്കാൻ വേണ്ടിയിട്ടാണ് സുധീഷ് തന്നോടൊന്ന് ചെറിയ അടുപ്പത്തിൽ സംസാരിച്ചത്. അല്ലാതെ സുധീഷിന് തന്നോട് ഒരു പ്രണയമോ അങ്ങനെ ഒന്നുമില്ല. ഒരു അനിയത്തിയുടെ സ്ഥാനത്ത് മാത്രമേ സുധീഷ് തന്നെ ഇതുവരെയും കണ്ടിട്ടുള്ളൂ എന്ന്. അത് കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് വല്ലാതെ അങ്ങ് വിഷമാവുന്നുണ്ട്. ആ കുട്ടി വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് സുധീഷിനെ സ്നേഹിച്ചതൊക്കെ. അപ്പോൾ നിധി ചോദിക്കുകയാണ്, എന്ത് പറ്റി ഗായത്രി? മുഖമൊക്കെ അങ്ങ് എന്തോ പോലെ ആയിപ്പോയല്ലോ, ഗായത്രിക്ക് നല്ല വിഷമമായോ? അപ്പോൾ ആ കുട്ടിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, സാരമില്ല, സുധീഷിൻ്റെ ഭാഗത്തും കുറച്ച് തെറ്റൊക്കെ ഉണ്ട്. ഞാൻ പിണങ്ങിയിരുന്ന സമയത്ത് എൻ്റെ സ്നേഹം എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു സുധീഷ് തന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. പക്ഷേ താനത് തെറ്റിദ്ധരിച്ചു. താൻ മനസ്സിലൊന്നും വയ്ക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ പക്ഷേ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. പോട്ടെ, സാരമില്ല, എൻ്റെ ഓരോ പൊട്ടത്തനങ്ങൾ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിധി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, നിധി എന്ത് പറഞ്ഞു ആ കുട്ടി? എല്ലാം സോൾവ് ആയല്ലോ അല്ലേ? എൻ്റെ ദൈവമേ, ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ കാണിച്ച ഓരോ മണ്ടത്തനങ്ങൾ, ആ കുട്ടി ഇത്രയും സിൻസിയറാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ നിധി പറയുകയാണ്, ഒരു വിധത്തിൽ ഞാനതൊക്കെ പറഞ്ഞൊന്ന് സോൾവ് ആക്കിയത്, ഓരോന്ന് കാണിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ സുധീഷിന് മനസ്സിലാവുന്നുണ്ട് നിധിക്ക് സുധീഷിനോട് പ്രണയമുണ്ടെന്നും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും നിധി അത് തുറന്നു പറയുന്നില്ല എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അത് സുധീഷിന് വലിയ സന്തോഷമാണ്. ആ കുട്ടി കാരണം നിധി തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തനിക്ക് തിരിച്ചറിയാൻ പറ്റിയെന്നൊക്കെ ആലോചിച്ചിട്ടേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ കുട്ടി തിരിച്ച് നികേഷുമായിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പിലാവുന്നത്.
അങ്ങനെ അവസാനം നിധിക്ക് സുധീഷിനോട് പ്രണയമുണ്ട് എന്ന് സുധീഷ് മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ തമ്മിലുള്ള ആ പ്രണയ അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.